പത്തനംതിട്ടയിൽ വാഹനം വഴിയരികിൽ നിർത്തി വിശ്രമിക്കുന്നതിനിടെ 20 അംഗ സംഘത്തിന് നേരെ പോലീസിന്റെ അതിക്രമം. വിവാഹ അനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത്. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, ദൃശ്യങ്ങളിൽ തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റ ആളുകളെ കാണുന്നുണ്ട്. എന്തായിരുന്നു പോലീസിന് ഇങ്ങനെ വഴിയരികിൽ നിൽക്കുന്ന കുറച്ചുപേരെ ആക്രമിക്കാനുള്ള പ്രകോപനം? പോലീസ് എന്തെങ്കിലും വിശദീകരണം ഈ വിഷയത്തിൽ നൽകുന്നുണ്ടോ? ശ്രീജ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഡിവൈഎസ്പി നേരിട്ട് തന്നെ അന്വേഷിച്ച ഒരു വിവരം ഇപ്പം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും പോലീസിന് ആളുമാറി മർദ്ദിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ട എസ് ഐ ജിനുവും പോലീസ് സംഘവുമാണ് ഈ വിവാഹ സംഘത്തിലെ ആളുകളെ ഇന്നലെ രാത്രി മർദ്ദിച്ചത്. അത് കാരണമായി പറയുന്നത് സമീപത്തൊരു ബാറുണ്ട്, ആ ബാറിൽ ഇന്നലെ അടിയുണ്ടായിരുന്നു. അവരെ തിരക്കിയാണ് പോലീസ് എത്തിയത്. തൊട്ടടുത്താണ് ഇവർ വാഹനം പാർത്ത ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് നിന്നത്. പലരും പല സ്ഥലങ്ങളിലായിട്ട് മാറി നിൽക്കുകയായിരുന്നു ആ സംഘത്തിലുള്ളവർ. അപ്പൊ സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിച്ചാണ് ഇവരെ മർദ്ദിച്ചതെന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും 20ഓളം പേരുണ്ടായിരുന്നതിൽ ഈ 3 പേർക്ക് പരിക്ക്, നല്ല പരിക്കുണ്ട്. തലയ്ക്ക് പരിക്കുണ്ട്, കൈക്ക് പരിക്കുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സംഘമുണ്ടായിരുന്നു. വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഇത്തരത്തിൽ പോലീസ് വന്നിങ്ങനെ ഒരു അക്രമം കാണിച്ചു. ഇവര് പ്രകോപനമായി ഒന്നും തന്നെ പറയാതെ തന്നെ ഇത്തരത്തിൽ ഇവർ മർദ്ദനം ഉണ്ടായെന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും ഇതിനകത്തൊരു സംശയം നിഴലിച്ചിരുന്നു. എന്തായാലും DSP നന്ദകുമാർ നേതൃത്വത്തിൽ ഇന്ന് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ മൊഴിയെടുത്തതിന് ശേഷമാണ് ഇത്തരം ഒരു കാര്യം പുറത്തു വരുന്നത്. പത്തനംതിട്ട സ്റ്റേഷനിലെ SI ജിനുവും പോലീസ് സംഘമാണ് ഇത്തരത്തിൽ സ്ഥലത്തെത്തി ഈ സമീപത്തെ ബാറിലുണ്ടായ അടിപിടിയുമായി ബന്ധപ്പെട്ട് ഒരു സംശയത്തിന്റെ ഭാഗത്തുമായിട്ടാണ് ഇവർക്ക് ആളുമാറി അടി കിട്ടേണ്ട സാഹചര്യം ഉണ്ടായെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിശദമായ ഒരു അന്വേഷണവും നടപടിയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ശ്രീജ. എന്തായാലും അത് കൗതുകകരമാണ്. ആള് മാറി ഒന്നും ചെയ്യാത്ത ഒരു വിവാഹ ചടങ്ങ് കഴിഞ്ഞ് വരികയായിരുന്ന മനുഷ്യന്മാരെ പോലീസ് തല്ലുക എന്നൊക്കെ പറയുന്നത് വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസിന്റെ കയ്യൂക്കിനുള്ള മറുപടി കൃത്യമായി അധികാരികൾ ഇവരിൽ നിന്ന് തന്നെ തേടും എന്ന് പ്രതീക്ഷിക്കാം.